സിനിമയിലൂടെയാണ് മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിൽ രൂക്ഷ വിമർശനമുയരുന്നു. എൻ്റയർ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച ആൾക്കാണ് ഗാന്ധിയെ അറിയാൻ സിനിമ കാണേണ്ടി വരുന്നതെന്ന് മോദിയെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു. മോദി ജനിക്കും മുമ്പേ 5 തവണ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടയാളാണ് ഗാന്ധിജി എന്നും ഏത് ലോകത്താണ് മോദി ജീവിക്കുന്നതെന്നും സീതാറാം യെച്ചൂരിയും പ്രതികരിച്ചു. 1982 റിച്ചാർഡ് അറ്റൻബറോ ഗാന്ധി എന്ന സിനിമ പുറത്തിറക്കുന്നതുവരെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകത്തിന് അധികമൊന്നും അറിയില്ലായിരുന്നുവെന്ന മോദിയുടെ പരാമർശത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. എൻ്റയർ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച ആൾക്കാണ് ഗാന്ധിയെ അറിയാൻ സിനിമ കാണേണ്ടി വരുന്നതെന്ന് രാഹുൽ ഗാന്ധി മോദിയെ പരിഹസിച്ചു. മഹാത്മാഗാന്ധിക്ക് ശാഖയിൽ പഠിച്ചവന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലെന്നും രാഹുൽ ഗാന്ധി. शाखाओं में जिनकी वर्ल्ड व्यू बनती है वो गांधी जी को नहीं समझ सकते, वो गोडसे को समझते हैं, ഗോഡ്സെ के रास्ते को अपनाते हैं. മോദി എന്താണ് പറയുന്നതെന്ന് പോലും ആർക്കും മനസ്സിലാകുന്നില്ലെന്നും ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നും സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. അഭിനയിക്കുക മാത്രമാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. 5 തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ് ഗാന്ധിയെന്നും അദ്ദേഹം പറഞ്ഞു. 5 times Mahatma Gandhi was nominated for the Nobel Peace Prize. For the Nobel Peace Prize, being nominated 5 times and not being awarded because of the Pax Britannica situation. And India, he was leading the India freedom struggle in the fight. So what is the Mr. Modi talking about? Nobody knows, because it's all acting. That is what the Prime Minister is doing. And so therefore, when he's, I don't know which world or which surreal world he's living in. ഗാന്ധിജിയുടെ ആത്മകഥ വായിക്കാൻ മോദി തയ്യാറാണെന്നും ഇങ്ങനെയൊരാൾ പ്രധാനമന്ത്രിയായിരിക്കുന്നത് അപമാനകരമാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചു. മഹാത്മാഗാന്ധിയുടെ പൈതൃകം നശിപ്പിക്കാനാണ് മോദിയുടെ ശ്രമമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശും എക്സിൽ കുറിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.